ഹലോ. പറഞ്ഞോ ഏട്ടാ. ഹലോ. ആ പിന്നെ ലഞ്ച് റെഡിയാക്കിയോ? ഞാൻ ലഞ്ചിന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറും വെണ്ടയ്ക്ക കറിയും കോളിഫ്ലവർ ഫ്രൈയും കൂടി റെഡിയാക്കി വെച്ചേക്ക്. ഞാൻ ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് ആളെ പറഞ്ഞേക്കാം. അവരുടെ കയ്യിൽ കൊടുത്തേച്ചാൽ മതി. ശരി ഏട്ടാ. ശരി, ബൈ. ഉം. ഹലോ പറഞ്ഞോടി. എടി, അടുത്ത മാസം നമ്മുടെ ഫ്രണ്ട് ശ്രീദേവിയുടെ കല്യാണം അല്ലേ? ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാണ്. നീ എങ്ങനെയാ? വരുന്നുണ്ടല്ലോ അല്ലേ? അതേടി, എനിക്ക് എന്തായാലും പോണം. പക്ഷേ എങ്ങനെ പോവെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നെ. എടി, നീ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊന്നുമല്ല, എന്റെ ആഭരണം മുഴുവനും അങ്ങേര് ബാങ്കിൽ പണയം വെച്ചിരിക്കുക. കല്യാണത്തിന് പോവാൻ വേണ്ടി എന്റെ ഭർത്താവിനോട് ഒരേ ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിച്ചരാൻ പറഞ്ഞതാ. പക്ഷേ അതൊന്നും പറ്റില്ലെന്ന് എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. സ്വർണ്ണം അല്ലാണ്ട് എനിക്ക് എങ്ങനെ വരാൻ പറ്റും? അതുകൊണ്ടാ ഞാൻ ആ കല്യാണത്തിന് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നെ. ഏ, എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയും ഞാനും ശ്രീദേവിക്ക് എത്ര ക്ലോസ് ആയിരുന്നു. അവളുടെ കല്യാണത്തിന് നമ്മൾ പോയില്ലെങ്കിൽ അത് മോശമാവില്ലേ? നീ ഒന്ന് മനസ്സിലാക്ക്. കഴുത്തിൽ ഒരു തരി സ്വർണം പോലും ഇല്ലാതെ എനിക്ക് എങ്ങനെ വരാൻ പറ്റും? എടി, ഇതൊക്കെ ഒരു പ്രോബ്ലം ആണോ? നിനക്ക് എന്റെ അവസ്ഥ വന്നാലേ ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോ ഒരു തരി സ്വർണം ഇല്ലെങ്കിൽ കാണുന്നവരെന്ത് വിചാരിക്കും? ശരി, നീ വിഷമിക്കല്ലേ. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഐഡിയോ? എന്താ ഐഡിയ അടി? എന്റെ വീടിനടുത്ത് എനിക്കറിയാവുന്നൊരു ജ്വല്ലറി ഷോപ്പിന്റെ ഓണർ ഉണ്ട്. അയാളെ അയാൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം മന്ത്ലി ഇൻസ്റ്റാൾമെന്റിൽ സ്വർണം കൊടുക്കുന്നുണ്ടത്രേ. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോ മുഴുവൻ കാശും കൊടുത്ത് ആർക്കും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഞാനും അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയാ സ്വർണം വാങ്ങിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ അയാളോട് ഇതേപ്പറ്റി സംസാരിക്കാം. മാസാമാസം കാശടച്ചാ മതി. സത്യാണോ? അതെന്തായാലും കൊള്ളാലോടി. അങ്ങനെയാണെങ്കിൽ ശരി. എനിക്ക് അയാളുടെ നമ്പർ ഒന്ന് അയച്ചു തരണേ. ഉറപ്പായും അയച്ചുതരാം. അതിനു മുമ്പേ ഞാൻ അയാളോട് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് സംസാരിക്കട്ടെ. അയാൾ എന്തായാലും ഓക്കേന്നേ പറയുള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അയാൾക്ക് ഓക്കെ ആണെങ്കിൽ നിന്റെ നമ്പർ കൊടുത്ത് അയാളോട് തന്നെ ഫോൺ ചെയ്യാൻ പറയാം. നീ അയാളോട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിച്ചേക്ക്. ശരിയടി. ഉം. ഹലോ, ആരാ? ഹലോ, ഞാൻ ദിവാകരനാണ്. നിങ്ങളുടെ ഫ്രണ്ട് സുമിതയാണ് എനിക്ക് നമ്പർ തന്നത്. നിങ്ങൾക്കെന്തോ ആഭരണം വാങ്ങാനുണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് നിങ്ങളെ ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? ഓ, അത് നിങ്ങളായിരുന്നോ? നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റുമോ? വരാം. നിങ്ങൾ ഇവിടെ എവിടെയാ? കട്ടപ്പനയിൽ KL സ്ട്രീറ്റിന്റെ അടുത്താണ്. അങ്ങനെയാണോ? ഞാനും നിങ്ങളുടെ ഏരിയയുടെ അടുത്തുള്ള RK കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങെത്താം. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ലൊക്കേഷൻ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യേ. ശരി. ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം. ഉം. ആരാ നിങ്ങള്? എൻ്റെ പേര് ദിവാകരൻ എന്നാണ്. ഓ, ഞാൻ ജ്വല്ലറി ഷോപ്പ് ഓണറാണ്. കുറച്ചു ഓക്കേ. മുമ്പ് ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. ഓ, അത് നിങ്ങളായിരുന്നോ? എന്താ ഇത്? ഇപ്പൊ ഫോൺ ചെയ്തല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വന്ന് നിന്നോ? ഏട്ടനോട് ഞാനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്?
നിങ്ങള് ജ്വല്ലറി ഷോപ്പിന്റെ ഓണറാണെന്ന് പറഞ്ഞിട്ട് ദേഹത്തൊരു ആഭരണം പോലും കാണുന്നില്ലല്ലോ. ആഭരണങ്ങൾക്ക് ഞാൻ ഇട്ടാ പിന്നെ കച്ചവടം എങ്ങനെ നടക്കുക? 4 പേർക്ക് കച്ചവടം നടത്തിയാൽ മാത്രമല്ലേ ലാഭം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. ഓ, അത് ശരിയാ. ശരി, നിങ്ങൾ അകത്തേക്ക് വാ. ഉം. ഇരിക്കൂ. ആ, നിങ്ങളും ഇരിക്കും മാഡം. ഉം. നിങ്ങൾക്ക് ആഭരണം വേണമെന്ന് പറഞ്ഞില്ലേ മാഡം? എത്ര ഗ്രാമാ നോക്കുന്നത്? അത് പിന്നെ എനിക്കൊരു ചെയിൻ മാത്രം മതി. വില കുറവുള്ള ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് കാണിച്ചാ മതി. നിങ്ങള് മന്ത്ലി ഇൻസ്റ്റാൾമെന്റില് പേയ്മെന്റ് വാങ്ങിക്കുമെന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം മുഴുവൻ കാശും വേണമെന്ന് പറഞ്ഞ് ചോദിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ചോദിക്കില്ല മാഡം. നിങ്ങൾക്ക് എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതിന് ചേരുന്ന രീതിയിൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റിൽ കാശ് അടച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ട, മുതൽ മാത്രം അടച്ചാൽ മതി. പക്ഷേ മാസം മാസം കറക്റ്റ് ആയിട്ട് അടയ്ക്കണം. അതെയോ? എന്നാ ശരി. ശരി. നിങ്ങൾക്ക് എന്തോ നെക്ലേസ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എത്ര ഗ്രാമിന്റെയാണ് മാഡം നോക്കുന്നത്? നെക്ലസ് എന്നല്ല, ചെയിൻ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഡിസൈൻസ് ഒന്ന് കാണിക്ക്. എനിക്കതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ എടുത്തോളാം. ഉം. അയ്യോ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങള് കോഫി കുടിക്കുന്നോ അതോ ചായ കുടിക്കുന്നോ? അതൊന്നും സാറില്ല. ശരി, ഞാൻ എൻ്റെ അടുത്തുള്ള ഡിസൈനൊക്കെ ഒന്ന് കാണിക്കാം, എന്നിട്ട് നോക്കിയിട്ട് പറയും മാഡം. ഉം. ഇത് 5 ലക്ഷത്തിൻ്റെതാണ്. എങ്ങനെയുണ്ട് നോക്കും മാഡം. ലേറ്റസ്റ്റ് ഡിസൈനാണ് മാഡം. നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. ആ, മാഡം ദാ ഇത് നോക്ക്. ഇതിന് 2 ലക്ഷം രൂപയെ വിലയുള്ളൂ. നൈസ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ഇതിന്റെ വിലയൊന്ന് നിങ്ങൾ കുറച്ച് തരുവോ? ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ റേറ്റ് 2,50,000 രൂപയാണ് മാഡം. ഫിക്സഡ് റേറ്റ്. എന്റെ അമ്മോ, 2,50,000 രൂപയോ? അത്രയും കാശ് കൊടുത്ത് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്നേ. ഉം. സാരമില്ല മാഡം, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. ഉം. മാസം മാസം നിങ്ങൾക്ക് എത്ര അടയ്ക്കാൻ പറ്റുമോ അത്ര അടച്ചാൽ മതി. ഓക്കെ അല്ലേ? അതൊക്കെ ശരിയാ. എന്നാലും എന്തിനാ കൂടുതൽ ആലോചിക്കുന്നേ? ഒറ്റയടിക്ക് മാഡം 2 ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് ഞാൻ പറയില്ല മാഡം. മാസം തോറും 5,000 10,000 എത്ര അടയ്ക്കാൻ പറ്റുമോ അത്ര അടച്ചാൽ മതി. ഉം, മാഡത്തിനെ കൊണ്ട് ഒരു മാസം എത്ര അടയ്ക്കാൻ പറ്റുമോ അത്ര അടച്ചാൽ മാത്രം മതി. അത് വളരെ സിമ്പിൾ അല്ലേ? ഉം, കൂടുതൽ ആലോചിക്കാതെ മാഡം ഈ ചെരങ്ങ് എടുത്തോളൂ മാഡം. ഉം. ഉം. മാഡത്തിന്റെ കയ്യിൽ എപ്പോൾ കാശ് കിട്ടുന്നുവോ അപ്പോൾ ഈ ആഭരണത്തിനുള്ള ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചോളാം. ഓക്കെ അല്ലേ? അത് കൂടുതൽ ആലോചിക്കാതെ കൊണ്ട് പിടിക്കും മാഡം. അടുത്ത മാസം കാശ് കിട്ടുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ആ, എന്ന് ഇറങ്ങട്ടെ? അതെ അതെ, ഒന്ന് നിക്കണേ. എന്താ പറയൂ മാഡം. എനിക്ക് കാശ് പെട്ടെന്ന് തരാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയാലും അഡ്ജസ്റ്റ് ചെയ്തോളണേ. അയ്യോ, അതൊന്നും സാരമില്ല. അതിൽ ഇത്രയാണ് പറഞ്ഞത്. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല മാഡം. നിങ്ങളുടെ ഫ്രണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാഡത്തിന് തരാതിരിക്കാൻ പറ്റുമോ? ഈ ഒരു കാര്യത്തിൽ മാഡത്തിന് ടെൻഷനേ വേണ്ട. ശരി എന്നാ, താങ്ക്സ്. അടുത്ത മാസം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജാ. ഉം. ഒരു തരി സ്വർണം പോലും ഇല്ലാതെ എങ്ങനെ പോകുന്ന ആലോചിച്ചിരിക്കായിരുന്നു. കൃത്യസമയത്താ നിങ്ങൾ വന്ന് എനിക്ക് ഈ സ്വർണം തന്നത്. ഇപ്പൊ ഞാൻ ശരിക്കും ഹാപ്പിയാ. നിങ്ങളോട് വേണം നന്ദി പറയാൻ. ശരി, മാഡത്തിന് കാശുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോയിക്കോളാം. എന്താ ഓക്കെ അല്ലേ? ആ, ശരി എന്നാ. ഇറങ്ങട്ടെ? ഉം.